ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നതേ ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണേ. വേറെ ഒന്നുമല്ല, ഒരു കോഫി പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, നമുക്കെല്ലാവർക്കും തന്നെ സെറ്റാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പി ആയിട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിനകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ലിറ്റർ പാലിൽ നിന്നും ഒരു 1/4 കപ്പോളം പാലെടുത്ത് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കട്ട കെട്ടാതെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ സ്പൂൺ വെച്ച് തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ ഇളക്കി കൊടുത്താൽ മതി. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല, ഇത് മിക്സ് ആയിക്കോളും. കോൺഫ്ലവർ തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മിക്സ് ആയിക്കോളും കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ലൂസാക്കി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, കട്ട കെട്ടരുത്, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് പുഡിങ്ങിൻ്റെ ട്രേ ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കേണ്ടതുണ്ട്. അപ്പം നമ്മളിവിടെ 3 ബൗളാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഈ 1/2 ലിറ്റർ പാലിൽ 3 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പുഡിങ്ങാണ് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് ബട്ടറോ ഓയിലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് തടവി നല്ല രീതിയിൽ തന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പാലൊരു സോസ് പാനിലേക്ക് വെച്ചതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം പാലിൽ പാട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പൂൺ വെച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പാലിലേക്ക് നമ്മൾ അടുത്തതായി ചേർക്കുന്ന ഒരു 6 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പഞ്ചസാര ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ പഞ്ചസാരയും ഈ പാലും എല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സായി വരട്ടെ. പഞ്ചസാര മെൽറ്റായി വരണമല്ലോ. അതിനുശേഷം നമ്മളൊരു 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കണം കേട്ടോ. മറ്റേ നമ്മൾ നോർമലി എടുക്കുന്ന കോഫി പൗഡർ പുഡിങ്ങിന് പറ്റില്ല. അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 5 രൂപയ്ക്ക് കിട്ടുന്ന നമ്മുടെ ബ്രൂവിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ കോഫി പൗഡറും പാലും പഞ്ചസാരയും എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സായി വരട്ടെ. അപ്പോൾ തീ കുറച്ച് വെച്ചിരുന്നാൽ മതി, പാല് തിളച്ച് പോകാൻ ചാൻസ് ഉണ്ട്. കാര്യം ഓൾറെഡി പാല് തിളച്ചിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് തന്നെ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ കോൺഫ്ലവറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതൊന്നും കൂടെ ഇളക്കി കൊടുക്കണം. അടിയിൽ കട്ട പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു ഇളക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ തന്നെ നമ്മളിത് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഫുള്ള് കട്ട കെട്ടിപ്പോകാനൊരു ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒഴിക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ സ്പൂൺ കൊണ്ട് വേഗം തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മൾ കൈ വിടാതെ ഇളക്കിയെടുക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ മിക്സ് എല്ലാം ഇതിലേക്ക് ഈ ഒരു പരുവത്തിൽ തിക്കായി വരുന്ന കാണുന്നുണ്ടല്ലോ. നമ്മുടെ കോൺഫ്ലവറിൻ്റെ മിക്സ് ഇതിലേക്ക് വരുന്ന സമയം തന്നെ നമ്മുടെ പാൽ മിക്സ് എല്ലാം കൂടെ അങ്ങ് തിക്കായി വരും. അപ്പോൾ ആ ഒരു ടൈമിൽ പാലൊക്കെ ഓൾറെഡി തിളച്ചിരിക്കുന്നത് കാരണം നമ്മൾ ഈ ഒരു ടൈമിൽ സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. അത്രയും നേരം മാത്രം മതി. ഇനി നമ്മുടെ പുഡിങ് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഏത് ട്രെയിലാണോ സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിലേക്ക് നമ്മളിപ്പോൾ 3 ബൗളാണല്ലോ എടുത്തേക്കുന്നത്, അതിലേക്ക് നമ്മളിത് സെറ്റ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ നമ്മൾ റെഫ്രിജറേറ്ററിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തേ നമ്മുടെ പുഡിങ് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. 2 മണിക്കൂറിന് ശേഷം നമ്മളിത് എടുത്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതേ അടിപൊളിയായിട്ടുള്ള നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.